സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ.വി. മനോജ് കുമാർ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ സിറ്റിംഗ് നടത്തി. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് വ്യവസായ പാർക്കിനോടടുത്ത അങ്കനവാടിയിൽ കുട്ടികൾക്ക് വലിയ തോതിൽ പൊടിശല്യം നേരിടുന്നുവെന്ന പരാതിയിൽ കുട്ടികൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഗ്രാമപഞ്ചായത്തിന് കമ്മീഷൻ നിർദ്ദേശം നൽകി. പഴയങ്ങാടി, മുട്ടം, പെരിങ്ങാടി റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടായി കുട്ടികൾക്ക് നടന്നുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന പരാതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം പരിഹരിച്ചിട്ടുണ്ടെന്ന് കരാറുകാരൻ കമ്മീഷന് മുൻപാകെ അറിയിച്ചു. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തീകരിക്കണമെന്ന് കമ്മീഷൻ കരാറുകാരന് നിർദ്ദേശം നൽകി. ഇന്നത്തെ സിറ്റിംഗിൽ ആകെ 30 പരാതികളാണ് കമ്മീഷൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 21 പരാതികൾ തീർന്നിട്ടുണ്ട്. ബാക്കിയുള്ള പരാതികളിൽ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാനും ഉത്തരവ് നൽകാനും വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 പരാതികൾ, ഒന്ന് മുട്ടം പെരിങ്ങാടി റോഡിലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അവിടെ കുട്ടികൾക്ക് വെള്ളക്കെട്ടുണ്ടായി നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാണ് പരാതി. ആ വെള്ളക്കെട്ടുണ്ടാവുന്ന പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് കരാറുകാരൻ കമ്മീഷനെ അറിയിച്ചിട്ടുള്ളത്. റോഡിൻ്റെ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ വെളിച്ചത്ത് ഇൻഡസ്ട്രിയൽ പാർക്കിനോട് KSIDCയുടെ ഇൻഡസ്ട്രിയൽ പാർക്കിനോടനുബന്ധിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന അംഗൻവാടിയിൽ കുട്ടികൾക്ക് അവിടെ വലിയ തോതിലുള്ള പൊടി ശല്യം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതിൽ പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ഹാജരായിട്ടുണ്ട്. എങ്കിൽ പോലും ചില തുടർ നടപടികൾ ഇനിയും ആവശ്യമുണ്ട് എന്നാണ് കമ്മീഷൻ കരുതുന്നത്. അതിൽ ആ സംഭവ സ്ഥലം സന്ദർശിക്കാനും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അംഗൻവാടിയിലെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാവാത്ത തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 30 പരാതികളിൽ 21 പരിഹരിച്ചു. ബാക്കി വന്ന പരാതികൾ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവ് നൽകാൻ മാറ്റിവെച്ചു. കമ്മീഷൻ അംഗം വി. മോഹൻകുമാർ സിറ്റിംഗിൽ പങ്കെടുത്തു.